പൂരം. ശൂരത്വവും സാഹസികതയും നിറഞ്ഞ മനസ്സിനുടമകളായ പൂരം നക്ഷത്ര ജാതർ അഭിമാനികളും നിസ്വാർത്ഥ മനോഭാവത്തിനുടമകളുമായിരിക്കും. എത്ര കുഴഞ്ഞ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാമർഥ്യമുള്ളവരാണിവർ. മറ്റുള്ളവരുടെ മനോഗതം മനസ്സിലാക്കി പെരുമാറുവാൻ ഇവർക്ക് കഴിയുന്നു. ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യമുള്ളവരും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരുമായിരിക്കും. ഒരു ദുഃഖം എപ്പോഴും ഇവർക്കുണ്ടായിരിക്കും. കാര്യസാധ്യത്തിന് വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. സമയം ശരിയാകുമ്പോൾ എല്ലാം ശരിയാകും എന്ന വിശ്വാസക്കാരാണിവർ. ആർഭാടരഹിതമായ സ്വസ്ഥമായ ഒരു ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ദാമ്പത്തിക ജീവിതം ഐശ്വര്യപൂർണമായിരിക്കുമെങ്കിലും ഉദ്ദേശിച്ച സ്ത്രീയെ വിവാഹം ചെയ്യാൻ കഴിയാതെ വരിക, ഭാര്യാവിയോഗം, ഭാര്യാമരണം, പുനർവിവാഹം ഇവയിൽ ഏതെങ്കിലും നടക്കാൻ സാധ്യത. 4-ാം ഭാവം ചന്ദ്രൻ്റെ നീചക്ഷേത്രമായതുകൊണ്ട് മാതാവ്, ഗ്രഹം, വാഹനം, വിദ്യാഭ്യാസം എന്നിവയാൽ മനസ്സ് കലുഷിതമായിക്കൊണ്ടിരിക്കും. അന്യരുടെ ആശയങ്ങൾ മനസ്സിലാക്കി പെരുമാറും. ഉറച്ച മനസ്സിനുടമകളും ധർമ്മനിഷ്ഠയുള്ളവരുമായ പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൗന്ദര്യവതികളായി കാണുന്നു. സ്വതന്ത്രകളും ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്നവരുമായിരിക്കും. വാക്ചാതുര്യവും സ്വഭാവമഹിമയുള്ളവരുമായിരിക്കും. പൂരം നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ്. ഗണം മാനുഷം, യോനി സ്ത്രീ, മൃഗം ചുണ്ടലി, ഭൂതം ജലം, പക്ഷി ചകോരം, വൃക്ഷം പ്ലാശ്. ദശാനാഥൻ ശുക്രനാണ്. തുടർന്ന് ആദിത്യദശ 6, ചന്ദ്രദശ 10, കുജദശ 7, രാഹുദശ 18, വ്യാഴദശ 16, ശനി 19, ബുധൻ 17 എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും. പൂരത്തിൽ ജനിച്ചവർ അത്തം, ചോതി, അനിഴം, പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾ കെടുക്കരുത്. പൂരം നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: ബന്ധനം, ദാരുണകൃത്യങ്ങൾ, ശില്പവേല, വിതയ്ക്കുക. മറ്റു ശുഭകർമ്മങ്ങൾക്കൊന്നും ഈ നക്ഷത്രം എടുക്കാറില്ല. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഇവയാണ്: അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, മകം, ഉത്രം, വിശാഖം കാൽ, തൃക്കേട്ട, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. പൂരം നക്ഷത്രത്തിൻ്റെ നക്ഷത്രജാതൻ ശുക്രനാകയാൽ വജ്രം ധരിക്കാവുന്നതാണ്. 2026 വർഷത്തെ ഫലങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. കർമ്മസ്ഥാനത്ത് മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകൾ തീർക്കുവാൻ ശ്രമം തുടങ്ങും. ജോലിക്കായി ശ്രമം നടത്തുന്നവർക്ക് ജോലി ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. കൃത്യനിഷ്ഠയോടെ കാര്യങ്ങളെ നോക്കിക്കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. വാക്കും പ്രവൃത്തിയും സൂക്ഷ്മതയോടെ ഉപയോഗിക്കും. ശമ്പളവർധനവ് ഒരു ആശ്വാസമാകും. ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തും. സർക്കാർ ആവശ്യങ്ങൾക്കായി ഭൂമി വിട്ടുകൊടുക്കേണ്ടതായി വരും. ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിനുവേണ്ടി വളരെയേറെ പ്രയത്നിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ മേൽ വിജയം കണ്ടെത്താൻ സാധിക്കും. പരിഹാരം: സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടതായി വരും. വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കും. കർമ്മമേഖലയിൽ പറയത്തക്ക മുന്നേറ്റമുണ്ടാക്കുവാനാവില്ല. ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും. കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. ജോലിയിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ശ്രമം ഫലവത്താകും. കൊടുത്ത പണം തിരികെ ലഭിക്കും. പൊതുവെ ശാരീരിക സുഖം നഷ്ടമാകും. മാതാപിതാക്കൾക്കായി സമയം കണ്ടെത്തും. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് ഒരുക്കങ്ങൾ ആരംഭിക്കും. പരിഹാരം: ശാസ്താപ്രീതി വരുത്തുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. പൂർവിക സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിനായി ശ്രമം തുടരും. ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായി വരും. കുടുംബാംഗങ്ങളുടെ ഉന്നമനത്തിനായി ദൂരയാത്രകൾ അനിവാര്യമായി വരും. കർമ്മമേഖലയിൽ പറയത്തക്ക മുന്നേറ്റം ഉണ്ടാക്കാനാവില്ല. രാഷ്ട്രീയക്കാർക്ക് മികച്ച സമയമാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. കെട്ടിടത്തിൻ്റെ ഉടമയുമായി വാക്കുതർക്കത്തിന് സാധ്യത കാണുന്നു. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കും. ആശുപത്രിവാസത്തിന് സാധ്യത കാണുന്നു. പരിഹാരം: നാഗക്ഷേത്ര ദർശനം നടത്തുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കും. മനസ്സറിവില്ലാത്ത കാര്യങ്ങൾക്ക് പേരുദോഷം കേൾക്കുവാനിടയാകും. സ്ത്രീകൾ മുഖേന ധനാഗമനത്തിന് സാധ്യത കാണുന്നു. വീട്ടിലെ അന്തരീക്ഷം പൊതുവെ സമാധാനപരമായിരിക്കും. സിനിമയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രശംസയും അർഹമായ ഉന്നതിയും ലഭിക്കും. അധ്വാനഭാരം വർദ്ധിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളുടെ കാര്യം കൃത്യമായി നിർവഹിക്കുവാൻ സാധിക്കാതെ വരും.
കർക്കശമായ സ്വഭാവത്തിന് അല്പം അയവ് വരുത്തുന്നതിനാൽ കർമ്മമേഖലയിൽ മികച്ച വരുമാനം ലഭിക്കുവാനിടയാക്കും. പരിഹാരം: വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് നടത്തുക.